ഹലോ, സെക്കൻഡ് പാർട്ട് ഓഫ് ഹിൽ പാലസ് മ്യൂസിയം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയുടെ ഒരു മെയിൻ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാടമ്പള്ളി തറവാടില്ലേ, അത് ഈ കാണുന്നതാണ്. ഇതിനകത്താണ് നമ്മുടെ നാഗവല്ലിയുടെ തെക്കിനിയും പിന്നെ അവർ താമസിക്കുന്ന വീടുണ്ടല്ലോ, മാടമ്പള്ളി തറവാടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹിൽ പാലസിൻ്റെ ഈ മെയിൻ ബിൽഡിങ്ങാണ്. അതിൻ്റെ മുമ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ഗാർഡനാണ് ഏറ്റവും അട്രാക്റ്റീവ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിങ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ട് ശരിക്കും ഈ പൂന്തോട്ടം ശരിക്കും അടിപൊളിയായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു വൈബാണ്. പോരാത്തതിന് നമ്മുടെ മൂവിയിൽ അതിൻ്റെ ഇൻസൈഡായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന കുറേ സീൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മറ്റേതെങ്കിലും ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കാം. പക്ഷേ മെയിനായിട്ട് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് മാടമ്പള്ളി തറവാട് ഇതായിട്ടാണ്. ഇതിനകത്ത് നമുക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല, പക്ഷേ അതിനകത്ത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അന്ന് അവിടുത്തെ യൂസ് ചെയ്തിരുന്ന അവരുടെ ഡ്രസ്സ്, പിന്നെ ഓർണമെൻറ്റ്സ്, കോയിൻസ്, പിന്നെ രാജാവാണല്ലോ അപ്പം പലയിടത്തുനിന്ന് കൊള്ളയടിച്ചുകൊണ്ട് വന്നതും, പിന്നെ വേറെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്തതും, പിന്നെ പുറം നാട്ടുകളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളും ഗിഫ്റ്റുകളെല്ലാം അവിടെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇതിൻ്റെ ഫ്ലോറിങ്ങും പിന്നെ ടൈൽസൊക്കെ ഇല്ലേ അത് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിൻ്റെ റൂഫിങ് ചെയ്തിരിക്കുന്നത്, പിന്നെ അങ്ങനെ കുറേ സുവനിയറുകൾ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അവിടുത്തെ പണ്ട് വലിയ തടവ് പുള്ളികളൊക്കെ ഉണ്ടല്ലോ, അവരെ എങ്ങനെയൊക്കെയാണ് ശിക്ഷിച്ചിരുന്നതെന്നുള്ളതിൻ്റെ ഇമേജുകൾ, പിന്നെ അന്ന് അവർ ശിക്ഷയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസും ആർട്ടിക്കിൾസും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക വൈബാണ്. കാരണം നല്ല വലിയ മരങ്ങളും പിന്നെ നല്ല തണുപ്പും, പിന്നെ ടൗണിൻ്റെ ആ ഒരു വലിയ ഒരു റഷോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ല, നല്ല ഫ്രഷ് എയറൊക്കെ ഏറ്റിരുന്ന് നമുക്ക് കുറച്ച് നേരം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കരധികം ഇഷ്ടം തോന്നും. അപ്പം എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും മിക്കപ്പോഴും ആൾക്കാർ, പക്ഷേ എല്ലാവരും ഒന്ന് ഇടയ്ക്ക് ഒന്ന് പോവും, ചില്ല ഔട്ട് ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.